5 ഘട്ട പോളിംഗിലെയും കൃത്യമായ വോട്ടർമാരുടെ എണ്ണം പുറത്തുവിട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം പുറത്തുവിടേണ്ടത് നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. ഇത് വലിയ വിവാദത്തിനും കാരണമായിരുന്നു. ഇത് കോടതിയിലടക്കം എത്തിയതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിട്ടത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മോശമാക്കി കാണിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് EC പറയുന്നുണ്ട്. പോൾ ചെയ്ത വോട്ടുകളുടെ ഡാറ്റ ആരു വിചാരിച്ചാലും മാറ്റാൻ സാധിക്കും. വോട്ടർമാരുടെ ഡാറ്റ 24 മണിക്കൂറും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ജനങ്ങൾക്ക് ലഭ്യമാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾക്കും വിധിക്കും ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ കരുത്തേറിയതായിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഡാറ്റ പുറത്തുവിട്ടിരിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. നേരത്തെ NGO അസോസിയേഷൻ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും വോട്ടർമാരുടെ ഡാറ്റ പുറത്തുവിടണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇതിൽ പുതിയ വിധി പ്രഖ്യാപിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. പോളിംഗ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ വോട്ടർമാരുടെ ഡാറ്റ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. അതേസമയം ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടിംഗ് തുടങ്ങിയത് മുതലുള്ള ഡാറ്റ കൃത്യമാണ്. അതിൽ യാതൊരു കൃത്രിമത്വവും ഇല്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അതേസമയം വോട്ടർമാരുടെ ഡാറ്റയോ പോളിംഗ് ശതമാനമോ പുറത്തുവിടുന്നതിൽ യാതൊരു കാലതാമസവും ഉണ്ടായിട്ടില്ല. ഈ വിവരങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആപ്പിൽ ലഭ്യവുമാണ്. 2 മണിക്കൂർ ഇടവിട്ട് അതിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാറുമുണ്ട്. ഏറ്റവും കൃത്യമായ വിവരങ്ങൾ പോളിംഗ് കഴിഞ്ഞ് നൽകാറുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്ന ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ച വാർത്ത ദിവസങ്ങൾക്ക് മുൻപാണ് കേട്ടത്. തിരഞ്ഞെടുപ്പിനിടെ ഹർജി പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും വോട്ടർമാരുടെ അന്തിമ വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചത്. ഈ ഘട്ടത്തിൽ ഹർജി പരിഗണിച്ചില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്തയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചിന് മുൻപാകെയായിരുന്നു ഹർജി എത്തിയത്. തുടർന്ന് 6ാം ഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസ് പരിഗണിക്കാമെന്ന് കരുതുന്നുവെന്ന് ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിലെ വോട്ടർമാരുടെ പോളിംഗ് ഡാറ്റ യഥാക്രമം 11, 14 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അന്തിമ വോട്ടർ പോളിംഗ് ഡാറ്റ പുറത്തുവിടുന്നതിലെ ഈ അസാധാരണമായ അവസാനഘട്ട കണക്കുകളിൽ വന്ന 5% വർധനവും കണക്കുകളുടെ കൃത്യതയെക്കുറിച്ചുള്ള ആശങ്കകളും പൊതുജനങ്ങളുടെ സംശയവും ഉയർത്തുന്നുവെന്നാണ് ഹർജി സമർപ്പിച്ച അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് നിയോജക മണ്ഡലം, പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടർമാരുടെ കണക്കുകൾ സംഖ്യയിലും ശതമാനത്തിലും വെളിപ്പെടുത്തണമെന്ന് സംഘടന ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു.